ഒരു നടന് പ്രായം കുറച്ച് കാണിക്കാനായി ഒരുപാട് ടെക്നിക്കുകൾ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ട്. അവയിലൊന്നാണ് ഡി ഏജിംഗ് ടെക്നോളജി. വിജയുടെ ഏറ്റവും അടുത്തിറങ്ങാനിരിക്കുന്ന ഗോട്ട് എന്ന സിനിമയിൽ വിജയ്ക്ക് ഏറ്റവും അധികം ട്രോൾ കിട്ടുന്നത് ഇതേ ഡി ഏജിംഗ് ടെക്നോളജി കാരണമാണ്. അയ്യോ, ഇത് അമൽ ഡേവിസ് അല്ലേ? നമ്മുടെ അമൽ ഡേവിസ് ഡി ഏജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ആ വർക്ക് നല്ലതുപോലെ ശരിയായില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ട്രോളുകൾ ലഭിക്കും. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇറങ്ങിയ ഗോട്ട് സിനിമയിലെ വിജയുടെ സീനുകൾ. എന്നാൽ ഡി ഏജിംഗ് ടെക്നോളജി വളരെ മികച്ച രീതിയിൽ യൂസ് ചെയ്ത ഇന്ത്യൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത്, അങ്ങനെ പലരും ഈ കാര്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡി ഏജിംഗ് ടെക്നോളജി യൂസ് ചെയ്ത് അത് മികച്ചതാക്കിയതും അത് മോശമാക്കിയതുമായ നടന്മാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം മുട്ടും കളഞ്ഞ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു മിനിറ്റ് അല്ലേ സിനിമാ ഫാക്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമായി ആചാര്യ. ചിരഞ്ജീവിയുടെ ഒരു വൻ ഹൈപ്പ് സിനിമയായിരുന്നു ആചാര്യ. ഈ ആചാര്യ സിനിമയിൽ RRR എടുത്ത് വൻ ഹിറ്റിൽ നിന്ന് രാംചരണിനെ വരെ അദ്ദേഹം വെറുതെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് രാംചരൺ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമറ ചെയ്യാൻ നിന്നത് അദ്ദേഹം ഒരു മുഴുനീള റോളാക്കി എടുത്തു. അവസാനം രാംചരൺ പടമാവുകയും ചെയ്തു. താങ്ക് യു. ഈ സിനിമയിൽ ഒരു 5 സെക്കൻഡിന് വേണ്ടി ഡി ഏജിംഗ് ടെക്നോളജി മാരകമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒറിജിനലാണെന്ന് പറയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. പക്ഷെ എന്നിട്ടും അത് വർക്കായില്ല. എന്നാൽ വലിയ ഊക്ക് കിട്ടാതെ ഈ സീനുകളൊക്കെ കടന്നുപോയി. എന്തായാലും സിനിമ മുഴുവനായിട്ട് അധികം ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു പക്ഷെ ഈ ഡി ഏജിംഗ് ടെക്നോളജി ഇറങ്ങിയത് പോലും ആരും അറിയാൻ വഴിയില്ല. ഞാൻ തന്നെ ഈ സിനിമ 4-5 തവണയായിട്ട് മുഴുവൻ കണ്ടു തീർത്തപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഇതിലുണ്ടല്ലോ എന്ന കാര്യം മനസ്സിലാക്കിയത്. നെക്സ്റ്റ് വൺ, കോമാളി ജയം രവി. സോറി, ജയം രവി കോമാളി എന്നല്ല പറഞ്ഞത്. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. 2019 ഇറങ്ങിയ ജയം രവിയുടെ ഒരു സിനിമയായിരുന്നു കോമാളി. ഈ സിനിമയിൽ ജയം രവിക്ക് മുന്നേ നായകനാക്കാൻ നിന്നത് പ്രഭുദേവയായിരുന്നു. പ്രഭുദേവ റിജക്ട് ചെയ്തതിനു ശേഷം ഈ ചിത്രം ജയം രവിയുടെ കയ്യിലെത്തി. ജയം രവി ഈ സിനിമയിൽ ഒരു +2 പഠിക്കുന്ന യുവാവായിട്ട് വരുന്നുണ്ട്. ഇതിനുശേഷം ഇദ്ദേഹത്തിന് കോമ സ്റ്റേജിലേക്ക് എത്തുകയും അതിനുശേഷം പിന്നീട് ഒരു പ്രായമായ ലുക്കിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ +2 പയ്യനായി ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിന് ചെറുപ്പക്കാരനായി കാണിക്കണം. അതിന് യൂസ് ചെയ്ത് ഡി ഏജിംഗ് ടെക്നോളജി ആയിരുന്നു. ആ ഡി ഏജിംഗ് ടെക്നോളജി വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വല്ലാത്ത ഒരു വെളുത്ത പ്രഭാവം ആ ഫേസിന് അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡി ഏജിംഗ് ടെക്നോളജി ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഡി ഏജിംഗ് ടെക്നോളജി അല്ല, ഒരു മരിച്ചുപോയ താരത്തെ കൊണ്ടുവന്ന കാര്യം അറിയാമോ? 2016 റിലീസായ വിഷ്ണുവർദ്ധൻ നായകനായ സിനിമയായിരുന്നു നാഗരാജാവ്. നാഗരാജാവല്ല, നാഗരഹാവു. എന്തെങ്കിലും ആയി പോട്ടടെ. അവിടെ നാഗരഹാവു എന്ന് പറഞ്ഞാൽ ഇവിടെ നാഗരാജ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെയല്ലേ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. എന്നാൽ ഇതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ കന്നഡ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇതേ വിഷ്ണുവർദ്ധൻ. ഈ വിഷ്ണുവർദ്ധനെ തിരികെ കൊണ്ടുവരാനായിട്ട് ഫുൾ VFX വെച്ചായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് പോലും ആ VFX അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായെന്ന് പറയാം. എങ്ങനെ നല്ല രീതിയിലാണ് ഈ സിനിമയിൽ വിഷ്ണുവർദ്ധനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫാൻസിനും ഈ ഒരു വലിയ ട്രീറ്റ് ആയിട്ട് മാറി. അയ്യോ, ഇത് നമ്മൾ ഡി ബോസ് അല്ലേ? ദർശൻ ദർശൻ ദർശൻ. പേടിക്കണ്ട, പുള്ളി സിനിമയിലേക്ക് ക്യാമറകളിൽ വന്നതാ, ഓടിക്കോ. ഇതേപോലെ തന്നെ ഈ വിഷ്ണുവർദ്ധനെ പ്രായം കുറച്ച് കാണിക്കാൻ, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാനായി രാജസിംഹ എന്ന സിനിമയിൽ 2018 അദ്ദേഹത്തിന്റെ പഴയ സിനിമകളുടെ സീനുകൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് VFXിലൂടെ അദ്ദേഹത്തെ പുനഃസൃഷ്ടിച്ചു. അങ്ങനെ വിഷ്ണുവർദ്ധനെ VFXിലൂടെ 2 തവണ കൊണ്ടുവന്നു. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇത് ഡി ഏജിംഗ് ടെക്നോളജി അല്ല, VFXിലൂടെ ഒരു താരത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതുപോലെയാണ് ഗോട്ടിൽ വിജയകാന്തിനെ കൊണ്ടുവരാനിരിക്കുന്നത്. നീയും കൊടുക്കും. ഇതേ ഗോട്ടിലാണ് വിജയനെ ഇങ്ങനെ ഇവര് കാണിച്ചു വെച്ചത്. വിജയ് ഗോട്ടിന്റെ പ്രൊമോഷന് വേണ്ടി പോയിരിക്കുക. എന്താണ് കാണിച്ചത് നമ്മൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ. VFX അല്ല, ഡി ഏജിംഗ് ടെക്നോളജി ഇത്രയും മോശമായിട്ട് കണ്ട ഈ അടുത്തെങ്ങും ഒരു സിനിമ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സോങ്ങിലും അനൗൺസ്മെന്റ് ടീസറിലും കണ്ട അത്ര മോശം രീതിയിലല്ല ട്രെയിലറിൽ വിജയെ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. വിജയ് ഒരു 20-22 വയസ്സുള്ളപ്പം ഏറെക്കുറെ ഈ ട്രെയിലറിൽ കാണിച്ച അതേ ലുക്കിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും തിയേറ്ററിൽ ഈ സിനിമ വരുമ്പോൾ കുറച്ചുകൂടി നന്നാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വൺ, ജയിലർ. ഈ സിനിമയിൽ ഏത് സീനിലാണ് ഡി ഏജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതായത് രജനീകാന്തിന്റെ ഫ്ലാഷ് ബാക്ക് കാണിച്ച് നമ്മളെ കോരി തെരിപ്പിച്ച ആ സീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡി ഏജിംഗ് ടെക്നോളജിയാണ്.
ആ സീൻ ശരിക്കും അദ്ദേഹത്തിന്റെ പഴയകാല ഫാൻസിന് ഒരു വൺ ട്രീറ്റ് ആയിരുന്നു. ഞാൻ പോലും തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചൊരു സീനായിരുന്നു അത്. ഈ സീൻ കണ്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നി. സോറി, എന്നോടല്ല, നെൽസനോട്. എന്നോടാ പണി വെച്ചിരിക്കും. എന്നാൽ ഈ ടെക്നോളജികൾ ഒന്നും ആവശ്യമില്ലാത്തവരും ഉണ്ട്. വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഉദാഹരണത്തിന് ധനുഷിനെ ഒരു ചെറുപ്പുറകൾ അഭിനയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ഷേവ് ചെയ്താൽ മാത്രം മതി. പ്രായം കുറയ്ക്കാനായിട്ട് പുതിയ സോഫ്റ്റ്വെയർ എടുക്കട്ടെ. സോഫ്റ്റ്വെയർ വേണ്ട, നീ ആ ഷേവിംഗ് സെറ്റിംഗ് എടുക്കും. എന്നാൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലാതെ ചെറുപ്പുറകൾ ചെയ്യുന്നവരുണ്ട്. അതാണ് നമ്മുടെ തെലുങ്കിലെ ബാലയ്യൊക്കെ. തെലുങ്കിലെ ബാലയും DAG ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ചെറുപ്പക്കാരനായി അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത റിലീസായ വീരസിംഹ റെഡ്ഡിയിൽ വരെ. ഞാൻ തന്നെ പയ്യനാ എത്ര കൊല്ലം മുമ്പ് ആ സിനിമയിൽ 20 വയസ്സുകാരനായും 60 വയസ്സുകാരനായും അദ്ദേഹം അഭിനയിച്ചു. ഈ 20-25 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അമ്മയായി വന്നത് ഹണി റോസ് ആയിരുന്നു. പോയി തന്നെ ചെറുപ്പം അഭിനയിക്കാൻ നടനെ വിളിച്ചോണ്ട് പാടോ. എന്റെ ചെറുപ്പം അഭിനയിക്കുന്ന ആള്. ഓക്കെ, ഇത്ര നേരം തെലുങ്കന്മാരെ കുറിച്ച് പറഞ്ഞല്ലേ, കൊഞ്ചം അങ്കേ പാറക്കണ്ണ. ഈ സിനിമയിൽ ശ്രീനിവാസൻ ചേട്ടൻ അഭിനയിച്ചത് ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണ്, ഒരു DAG ടെക്നോളജി യൂസ് ചെയ്യാതെ. ചിലപ്പോൾ DAG ടെക്നോളജി പകരം ചെറുപ്പക്കാരനായി കാണിക്കാനായി ഒരു നടന്റെയോ നടിയുടെയോ പഴയകാല സിനിമകളിലെ സീനുകൾ എടുക്കാറുണ്ട്. അതിലൊരു ഉദാഹരണമാണ് 2010 റിലീസായ മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിൽ ഷീലയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കാനായി 70കളിൽ റിലീസായ അദ്ദേഹത്തിന്റെ ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലെ സീനുകൾ എടുത്ത് കാണിച്ചത്. எப்படி சிவா கண்டுபிடிச்சீங்க? அதெல்லாம் இப்ப பேச நேரம் இல்ல சார். നെക്സ്റ്റ് വൺ രൺബീർ കപൂർ അനിമൽ എന്ന സിനിമയിലെ കൊടൂര വയലൻസ് സീനുകൾ നമ്മൾ കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ +2കാരനായ ലുക്ക് കണ്ട് നമ്മൾ വണ്ടർ അടിച്ചിട്ടുമുണ്ട്. ആ +2കാരനായ ലുക്കിൽ രൺബീർ കപൂർ വന്നതിന്റെ പ്രധാന കാരണം ഇതേ DAG ടെക്നോളജിയാണ്. ഇതേപോലെ DAG ടെക്നോളജി യൂസ് ചെയ്ത ഒരു സിനിമ ഈ അടുത്ത് റിലീസായിരുന്നു, കൽക്കി. DAG ടെക്നോളജി ഈ അടുത്ത് വന്ന 2 സിനിമകളായിരുന്നു ഇവ. ഈ 2 സിനിമകളിലും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേയും ഇതുപോലെ DAG ടെക്നോളജി വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അതിലൊന്നായിരുന്നു 2016 റിലീസായ ഫാൻ എന്ന SRK ചിത്രം. ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെ DAG ടെക്നോളജിയുടെ മികവാണ്. അതായത് ഈ ചിത്രത്തിൽ ആരാധകനായി വരുന്ന ആ ചെറുപ്പക്കാരനായ കഥാപാത്രത്തെ DAG ടെക്നോളജിയിലൂടെയും VFXിലൂടെയും ഒക്കെ വളരെ മികച്ച രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ കാണുമ്പോഴും ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് വൺ ശിവരാജ് കുമാർ. 2023 റിലീസായ ശിവരാജ് കുമാറിന്റെ ഒരു വൻ ഹൈപ്പ് സിനിമയായിരുന്നു ഗോസ്റ്റ്. ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായതിന്റെ പ്രധാന കാരണം ശിവരാജ് കുമാർ യങ് ലുക്കിൽ വരുന്നുവെന്നാണ്. ശിവരാജ് കുമാർ യങ് ലുക്കിൽ ഒരുപാട് വമ്പൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വീണ്ടും യങ് ലുക്കിൽ തിയേറ്ററിൽ കാണാമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആരാധകർ നേരെ സിനിമ കാണാൻ പോയത്. എന്നാൽ ഈ വന്ന DAG ടെക്നോളജി അത്ര ശരിയായ രീതിയിൽ വർക്കായില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശംസയും കിട്ടിയില്ല. സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമാകാതെയും പോയി. എന്തായാലും ബോക്സ് ഓഫീസിൽ വിജയമായില്ലെങ്കിൽ പോലും ഈ സിനിമയിലെ DAG ടെക്നോളജിക്കെങ്കിലും അല്പം പ്രശംസ കിട്ടണേ, അതും കിട്ടിയില്ല. ആദവനിലെ സൂര്യ. 2009 റിലീസായ സൂര്യയുടെ ഒരു മികച്ച ത്രില്ലർ സിനിമയായിരുന്നു ആദവൻ. ഈ സിനിമയ്ക്ക് അന്നൊരു വൻ ഹൈപ്പ് ഉണ്ടായതിന്റെ പ്രധാന കാരണം തന്നെ സൂര്യ 10 വയസ്സുകാരന്റെ റോളിൽ എത്തുന്നു എന്നായിരുന്നു. 10 വയസ്സുകാരനായി അദ്ദേഹത്തിന് ഇപ്പൊ നീളം കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫേസിലെ മാറ്റങ്ങൾ വരുത്തി അദ്ദേഹത്തിന് ഒരു കൊച്ചു കുട്ടിയെ പോലെ ആക്കുന്നു. ഇതിന്റെ സീനുകളൊക്കെ ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം അഭിനയിച്ചത് അന്ന് ശരിക്ക് ട്രോളുകൾ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറങ്ങിയ ഗോട്ട് സിനിമയിലെ സീനുകളും അതും വെച്ച് കമ്പയർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അന്ന് ചെയ്ത ആ ടെക്നോളജി പോലും എന്ത് മികച്ചതായിരുന്നു. 2009 പോലും ഇത്രയും നല്ലപോലെ ചെയ്തിട്ട് ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ടും അത് നേരെ ചെയ്യാൻ കഴിയാത്ത വെങ്കട് പ്രഭുവിന്റെ ഒരു വലിയ നെഗറ്റീവായി തന്നെ നമുക്ക് കണക്കാക്കാം. സൂപ്പർ സ്പാർക്ക് DAG ടെക്നോളജി യൂസ് ചെയ്ത ഇന്ത്യൻ നടന്മാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ശരി.